വിഷ്ണു എത്ര കൊല്ലത്തിൽ 2 വീഡിയോയിലല്ലേ വരുന്നത്? അതിനിപ്പോ നാളത്തെ കണ്ടന്റിൽ പറഞ്ഞാലൊന്നുമില്ല. ഇനിയിപ്പോ നാളത്തെ കണ്ടന്റിന് വേണ്ടി ഞാനൊരു 6 മാസം മുന്നേ പറഞ്ഞ അപ്പൊ വരും. അപ്പൊ ഞാൻ എൻ്റെ ഓഫീസിൽ എൻ്റെ വൈഫ് ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ അറിയണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് വൈഫ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മാത്രം ഞാൻ പറയും. അല്ലാതെ ഞാനായിട്ട് ഇത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് എന്റെ വൈഫ് ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ഞാൻ പറയാറില്ല. ഇന്നിപ്പോ ഇന്റർവ്യൂവിന് വിഷ്ണു വന്നു കഴിഞ്ഞപ്പോ വിഷ്ണു പറയും എനിക്ക് എപ്പോഴും ക്യാമറ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അതേ ചെയ്യുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾ കാരണം ആ ചിറ്റാറ്റി വീഡിയോ ഇല്ലാതായിട്ട് അപ്പൊ അതിന്റെ കൂടെ ഇത് തലയിൽ നിങ്ങൾ തന്നെ എടുത്ത് വെച്ചാൽ സോറി. കുറച്ച് ഡിപ്രഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ ഒരു കൺട്രിക്ക് പുതിയതായിട്ട് വരിക, പിന്നെ എനിക്ക് കുറച്ച് OCD ഇഷ്യൂസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം ആൾക്കാരെ തീരെ മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഞാനും വിഷ്ണു മാത്രം അവിടെ. അപ്പൊ ഞാൻ ആരും കാണാത്തതുകൊണ്ട് അവിടുത്തെ എന്താ രീതികൾ അല്ലെങ്കിൽ എന്താണ് ടീം എന്താണ് ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തന്നെ മൊത്തൊരു ചെറിയൊരു ഇവള് പറഞ്ഞ കിളി പോയ ആ കിളീനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഇവൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ എനിക്ക് പോയ എൻ്റെ കിളീനെ തപ്പണോ അല്ല ഇവളെ രക്ഷിക്കണോ എന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. ഐഷു ഇങ്ങനെ ഭയങ്കര എഴുതുന്ന ആളാണ്, എന്തും ചെയ്യുന്നതിന് മുമ്പ് അത് മറ്റേ ഇതല്ല നോട്ട് പാഡോ ഇതൊന്നും പോരാ, ബുക്കും പേപ്പറും വെച്ച് എഴുതണം. ഐഷുവിന്റെ അടുത്ത് ഡയറിയുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ട്. നമ്മളെ അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ നോക്കാറില്ല. ഓക്കെ ഫൈൻ, ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻ വരാം അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വരാം. അപ്പൊ ആ സമയത്ത് മാക്സിമം ഓക്കെ ഇത് അതിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അവിടെ എത്തിയാൽ കാര്യങ്ങൾ മോശമാകും. അപ്പോൾ ഞാൻ മാക്സിമം സമാധാനത്തിൽ സംസാരിച്ചത് എന്താണ് പ്രശ്നം, ഓക്കെ ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പം സമാധാനത്തോടെ സംസാരിക്കുക, തീർക്കാന്നുള്ള രീതിക്കാണ് നോക്കാറ്. എനിക്ക് ദേഷ്യം പിടിക്കാനും ശബ്ദം ഇടാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. It's my choice. Newton LED lights with advanced German technology. The lights that makes a difference. ഇപ്പൊ ആക്ച്വലി 5 years ആയില്ലേ നിങ്ങൾ? 6th ഇയർ going അല്ലേ? അപ്പം 6th ഇയറിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ഭയങ്കര ചാലഞ്ച് ഉണ്ടാവും അല്ലെ? അതിൽ ഏതെങ്കിലും ഒരു ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ 1 year ആയിരിക്കും, 6 months ഡ്യൂറേഷൻ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ചലഞ്ച് നേരിടേണ്ടി വന്ന ഒരു ഇയർ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും അല്ലെ? ഏത് ടൈം ആയിരുന്നു? എനിക്ക് എന്റെ പെർസ്പെക്ടീവിൽ എനിക്കത് കൊറോണന്റെ സമയത്ത് നമ്മൾ അവിടെയായിരുന്നു. അപ്പം ആ സമയം കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു, കാരണം ഞാൻ ടീച്ചേഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ KLM എന്ന് പറഞ്ഞ അവിടുത്തെ എയർലൈൻസ് 2019 ഞങ്ങൾ മാരീഡ് ആയത്. ഫസ്റ്റ് ഇയറില്ല, സെക്കൻഡ് ഇയർ. അപ്പൊ ഞാൻ KLM എന്ന് പറഞ്ഞ ഒരു എയർലൈൻസ് കമ്പനി ആയിരുന്നു. അപ്പൊ കൊറോണ വന്നപ്പോ അവിടെ എയർലൈൻസ് കമ്പനിയാണോ, പിന്നെ ആൾക്കാർ വണ്ടി കയറിയില്ലെങ്കിൽ പരിപാടി നടക്കില്ല. അപ്പം അവിടുത്തെ പ്രൊജക്ട്സ് ഒക്കെ റാം ഡൗൺ ആയി. അപ്പം ഞാൻ ടീച്ചേഴ്സിന് ചിലപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻ ആയി. അപ്പം നമുക്ക് വരാൻ താല്പര്യമില്ല. പക്ഷെ അവിടെ നമ്മൾ വേറെ പെട്ടെന്ന് ജോലി നോക്കിയിട്ട് നടക്കുന്നുമില്ല, കാരണം കൊറോണ അല്ല. അപ്പം അധികം ബിസിനസ്സുകളും പുതിയ ഓപ്പണിങ്സ് ഒക്കെ കുറവാണ്. അപ്പൊ എനിക്കത് ചാലഞ്ചിങ് ആയിരുന്നു. അതേ സമയത്ത് ഐഷുവിന് കൊറോണ വന്നിട്ട് എന്താ പറയാ ചെറിയൊരു പാനിക് പോലെ. കൊറോണ അല്ല, എനിക്ക് കുറച്ച് ഡിപ്രഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ ഒരു കൺട്രിക്ക് പുതിയതായിട്ട് വരിക, പിന്നെ എനിക്ക് കുറച്ച് OCD ഇഷ്യൂസ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം ആൾക്കാരെ തീരെ മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഞാനും വിഷ്ണു മാത്രം അവിടെ. പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോൾ നമ്മൾ TV വെക്കുമ്പോഴും കൊറോണ ഗ്ലൗസ് അത് ഇത്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുറെ ഇവിടെ മരിച്ച ആൾക്കാരെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അങ്ങനത്തെ ഒക്കെ ന്യൂസ് മാത്രം നമ്മൾ കേൾക്കും ചെയ്യുന്നത്. നാട്ടിലെ അവസ്ഥ. അപ്പൊ അങ്ങനെ ആകെ മൊത്തം എനിക്ക് എന്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഷ്ണുവിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നില്ല, അത് കാരണം വിഷ്ണുവിന്റെ കിളി വേറെ കാര്യത്തിൽ പോയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ജോലി കണ്ടുപിടിക്കാന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജോലി കണ്ടുപിടിച്ച് ജോലി മാറിയപ്പം ഞാനൊരു സ്റ്റാർട്ടപ്പിലേക്കാണ് മാറിയത്. അപ്പൊ ഞാൻ അതിനു മുമ്പ് കോഗ്നിസന്റ്, TCS അങ്ങനത്തെ കമ്പനീസിൽ വർക്ക് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പിലേക്ക് മാറിയപ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത എൻവയോൺമെന്റ് ആയിരുന്നു. കൾച്ചർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് നമ്മളൊരു ഡച്ച് കമ്പനിയിലോട്ട് മാറുമ്പോൾ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ കൾച്ചർ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ തന്നെ പല കാര്യങ്ങളും നമ്മൾ അത്ര പാനിക് ആവേണ്ട ആവശ്യമില്ല ആ കൾച്ചറിൽ എന്നുള്ളത് നമുക്ക് ലേറ്റർ ഫേസിലാണ് മനസ്സിലായത്. പിന്നെ കൊറോണയപ്പോ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പുതിയൊരു കമ്പനിയിൽ എനിക്ക് ആരും പരിചയമില്ല. ഞാൻ ആരും കണ്ടിട്ടില്ല. എന്നെ ഓൺലൈനാണ് അവര് റിക്രൂട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ആരും കാണാത്തതുകൊണ്ട് അവിടുത്തെ എന്താ രീതികൾ അല്ലെങ്കിൽ എന്താണ് ടീം എന്താണോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ തന്നെ മൊത്തൊരു ചെറിയൊരു ഇവള് പറഞ്ഞ കിളി പോയ ആ കിളീനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിലാണ് ഇവൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ എനിക്ക് പോയ എന്റെ കിളീനെ തപ്പണോ അല്ല ഇവളെ രക്ഷിക്കണോ എന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നു, ഏത് വേണം എന്നുള്ളത്. അപ്പം അത് കുറച്ച് ടഫായിരുന്നു. നമ്മള് ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കി, നമ്മള് ഫ്രണ്ട്സ് കുറെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി. അപ്പം അങ്ങനെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ് പീരീഡ് ആയിരുന്നു അത്. അപ്പൊ അതിലൂടെ കടന്നു വന്നത്
അതൊരു ടെസ്റ്റ് ആയിരുന്നു, അറിയാൻ ടെസ്റ്റ് ആയിരുന്നു. അത് പുറത്ത് വന്നപ്പോൾ ഇപ്പം എനിക്ക് ഇത്ര ഈസി ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ബാക്ക് ദെൻ ഇത്ര ഈസി ആയിരുന്നില്ല, ബിക്കോസ് അത് നല്ല ടഫ് ടൈം ആയിരുന്നു. ശരി. ഈവൻ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിലും സ്റ്റേബിൾ ആയിരുന്നില്ല, കാരണം വിഷ്ണുവിന് മാത്രമായിരുന്നു ഏർണിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പോയിട്ട് 1 ഇയർ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 1 ഇയർ കൊണ്ട് നമുക്ക് രജനീകാന്തിന്റെ സിനിമയെ പോലെ ഓഡീഷൻ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മള് കുഴപ്പമില്ലാതെ പോകുന്നു, നമ്മളൊരു ബേസ് ഉണ്ടാക്കി വരുന്നു. ആ സമയത്താണ് കൊറോണ വരുന്നത്. അപ്പൊ നമ്മുടെ ബേസിന്റെ അടിത്തറയിലാണ് വീണ്ടും പണി കിട്ടുന്നത്. അപ്പം നമ്മൾ വീണ്ടും ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അപ്പം അത് കംപ്ലീറ്റ്ലി ഒരു പിന്നെ ഞാൻ ഒരു ജോലി ഇല്ലാതെ ഇരിക്കില്ല, അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഞാനിങ്ങനെ കുറെ ആൾക്കാരും ജോലിയും ഒക്കെ ആയിട്ട് നടന്ന ഒരാള് ഒരു കൺട്രിയിൽ ഒന്നും ഇല്ലാതെ രാവിലെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാനേ ഉള്ളൂ, വേറെ ഒന്നിനും. ഒരു എംപ്റ്റി മൈൻഡ്, ഒരു ഡബിൾ വർക്ക്ഷോപ്പാന്ന് പറയില്ലേ, അതുപോലെ ഇരുന്നോ. എനിക്ക് ഇല്ലാത്ത ചിന്തകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ പണിയെടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോ സമയമില്ലാതെ ഈ ചിന്ത. കാര്യമാണ്. കാരണം ഇവള് കുറെ ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനത്തെ ടോപ്പിക്സിനെ പറ്റി സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ന്യൂസ് വായിക്കാനും ഇതിന് കുറെ സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതേ സമയത്ത് ഞാൻ ജോലിയിലാണ്. അപ്പൊ ഞാൻ എന്റെ രീതിയിൽ ബിസിയാണ്. അപ്പം ആ ഒരു പ്രശ്നവും കൂടെ ഇതിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ റീസൺ ആയിരുന്നു ശരിക്കും യൂട്യൂബ്. പിന്നെ അങ്ങനെ ഐഷ മാർക്കറ്റിംഗ് ജോബ് മറ്റേ ഒരു ഫ്രെയിം വർക്ക് നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടെസ്റ്റിങ്ങും മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഐഷ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് പെട്ടെന്ന് അവിടെ വന്നപ്പോൾ ജോലി ഈസി ആയിരുന്നില്ല കിട്ടാൻ, കാരണം ലാംഗ്വേജ് ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റിംഗിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല, കുറച്ചുകൂടി സർട്ടിഫിക്കേഷൻസ് വേണമായിരുന്നു. ടെസ്റ്റിംഗ് ആയിരുന്നില്ല, ഞാൻ മെന്ററിംഗ് പോലെയും മാർക്കറ്റിംഗും ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ടെസ്റ്റിംഗിന്റെ ഇനീഷ്യൽ ഫേസസ്. അതെല്ലാം കൂടെ വന്നപ്പോ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് ഈ യൂട്യൂബ് ഒരു സ്ട്രോങ് ആയിട്ട്. അതെ, പിന്നെ നമ്മൾ ഒരു 9 to 5 ജോലിക്ക് കയറിയത്. ഞാനൊരു QA ആയിട്ട് അവിടെ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അത് ഞാനൊരു 3 years, ഓൾമോസ്റ്റ് 3 years വർക്ക് ചെയ്തു. ഓൾമോസ്റ്റ് എത്ര 2.25 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ അന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ രണ്ട് വഴിക്കാണ്ട് തോണി സ്പ്ലിറ്റ് ആവാൻ തുടങ്ങി. അപ്പൊ കാല് വൈഡ് ആവാൻ തുടങ്ങി. അപ്പൊ ഇത് എവിടെയെങ്കിലും ഒന്ന് കാലില് ഉറപ്പിക്കണം എന്ന് വിചാരിച്ചപ്പോ ഇതൊരു എമേർജിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണല്ലോ. അപ്പോൾ വൈ നോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്, നമുക്കൊരു പ്ലാൻ ബി ഉണ്ടല്ലോ. നമ്മൾ പഠിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഒക്കെ കയ്യിൽ തന്നെ ഉണ്ട്. അതെ, അപ്പോ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്, നമുക്ക് തിരിച്ച് വരാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ സോഫാർ ഞാൻ എടുത്ത ഡിസിഷനിൽ ഞാൻ ഹാപ്പിയാണ്. വെരി ഗുഡ്. അപ്പൊ ഈ ടൈമിൽ ഓക്കെ, ആ 2.5 years അവിടെ വർക്ക് ചെയ്തിട്ട് ഓക്കെ, ഇത് നമുക്ക് ലീവ് ചെയ്യാം, ഈ കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാം എന്നുള്ളൊരു തിങ്കിങ്, ആ ഡിസിഷനിൽ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ രണ്ടും മാത്രമായിരുന്നു? അല്ല, എനിക്ക് വിഷ്ണു ത്രൂ ഔട്ട് എൻ്റെ കരിയറിൽ 2 കരിയറിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ ഞാനൊരു ടെസ്റ്റിംഗ് പ്രൊഫൈലിലോട്ട് മാറാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തതും വിഷ്ണു ആയിരുന്നു. ഞാൻ അവിടെ സർട്ടിഫിക്കേഷൻസ് എടുത്തതും കോഴ്സസ് പഠിച്ചതും ഒക്കെ വിഷ്ണുവിൻ്റെ ഗൈഡൻസോട് കൂടെ തന്നെയായിരുന്നു. കാരണം ഞാൻ അത്ര ടെക്നിക്കൽ പേഴ്സൺ അല്ല. എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സാലറിക്ക് വേണ്ടി പഠിച്ചു ചെയ്തതായിരുന്നു. പക്ഷേ അതൊരു ഫേസ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ കോണ്ടന്റ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്, തുടർന്ന് പോകുന്നുണ്ടായിരുന്നു. അതിലും വിഷ്ണു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വിഷ്ണു ചെയ്യുന്ന ജോലി, ഇപ്പൊ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, വിഷ്ണു ആ കമ്പനിയുടെ മുതലാളിയാണെന്നുള്ള മട്ടില വർക്ക് ചെയ്യുക. കാരണം അത്ര ഇഷ്ടമാണ് വിഷ്ണുവിന് ആ ജോലി ചെയ്യുന്നത്. അതെ, അതിപ്പോ രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് വർക്ക് ചെയ്ത് അടുത്ത ദിവസം 6 മണിക്ക് എണീറ്റ് പിന്നെയും അതിലൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. എനിക്ക് ആ ഇൻവോൾവ്മെന്റ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഒക്കെയാണ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എൻ്റെ പ്രൊഫഷനും എൻ്റെ പാഷനും 2 വഴിക്കായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ സഞ്ജേട്ടൻ എന്ന് പറയും, പുള്ളി ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം പുള്ളി QA ആയിട്ട് അവിടുത്തെ ഒരു ലീഡിങ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനത്തെ കൺസേൺസ് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത് പുള്ളീനായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ ഫസ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു മൊമെന്റിൽ ഒരു ഡിസിഷൻ എടുക്കണം തോന്നിയപ്പോൾ അന്ന് വീട്ടില് വിഷ്ണുവിന്റെ പേരൻസും വിഷ്ണു ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള സമയത്തായിരുന്നു ഞാൻ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇനീഷ്യലി അത് സംസാരിക്കാൻ തോന്നിയത് സഞ്ജേട്ടൻ്റെ അടുത്തായിരുന്നു. വീട്ടിൽ നിന്ന് സംസാരിച്ചത് ഡിസ്കഷൻ ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് കാറ് പോയിരുന്നിട്ടാണ് ഞാൻ സഞ്ജേട്ടനെ വിളിക്കുന്നത്. എന്നിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഇനീഷ്യലി എവിടെ നിന്നായിരുന്നു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് സഞ്ജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്യൂച്ചറിൽ പുള്ളിക്കും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യമാണ് ഫുൾ ടൈം ഫോട്ടോഗ്രാഫിയിലോട്ട് മാറണം എന്നുള്ളത്. അപ്പോ ആ ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ, ഇല്ലെങ്കിൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടല്ലോ.
പ്ലാൻ ഉണ്ടല്ലോ, വേറെ ഇതുണ്ടല്ലോ. അപ്പോ ശ്രമിച്ചു നോക്കൂ, എന്തിനാണ് നമ്മൾ ശ്രമിക്കുന്നതിന് എന്തിനാണ് മടിക്കുന്നത്. ശരി ശരി. അപ്പോ അങ്ങനെ അവിടുന്ന് ഒരു ഇത് കിട്ടിയതിന് ശേഷം വിഷ്ണുവിന്റെ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ പോലെ പറയണോ അതോ ഡിസ്കസ് ചെയ്യണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം വിഷ്ണു അതുവരെ ജോലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരാള് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന എനിക്ക് അറിയണില്ല. പക്ഷെ സർപ്രൈസിംഗ്ലി ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ പറഞ്ഞ? ഇല്ല, ഐശ്വര്യന്റെ അടുത്ത് പറഞ്ഞു, ഐശ്വര്യ ഇങ്ങനെ ഇപ്പൊ തോന്നുന്നു മേ ബി അറ്റ് ദിസ് മൊമെന്റ് ഐശ്വര്യ ഒരു സംഭവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, രണ്ടും കൂടെ ചെയ്തിട്ട് അത്ര രണ്ടിലും ഐശ്വര്യന് ടൈം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ടും എക്സൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസ്കഷൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത് ഇപ്പം എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ ഷുവർ ആണോ നിനക്ക്, നീ ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട് എല്ലാ രീതിയിലും? ഇപ്പൊ നീ എത്രത്തോളം ഇവിടുന്ന് നിനക്ക് മറ്റേ എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് നീ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അവള് പറഞ്ഞു അവള് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് നല്ല കോൺഫിഡന്റ് ആണ്. ലൈക്ക് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. ഈ ഡിസിഷൻ അവള് ചുമ്മാ ഒരു മിനിറ്റ് കൊണ്ട് എടുത്തല്ല, അവള് തോട്ട് ഓവർ ചെയ്ത് ആലോചിച്ചെടുത്തതാണ്. സീരിയസ്ലി ഐഷ ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ബുക്കിൽ ഇങ്ങനെ ഇപ്പൊ ഈ ഡിസിഷൻ എടുത്താലുള്ള പ്രോസ് എന്താണ്, ഈ ഡിസിഷൻ എടുത്തുകൊണ്ടുള്ള കോൺസ് എന്താണ്, റിസ്ക് എന്താണെന്നൊക്കെ ഐഷ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചപ്പോ എനിക്ക് തോന്നി ഇനിയിപ്പോ ഇതിപ്പോ ഞാൻ പറയുന്നില്ലല്ലോ, ഇത്രയും ടൂൾസ് ഒക്കെ ആയിട്ട് വരുന്നു. അതെ, പിന്നെ അല്ല ഏറ്റവും വലിയ കോൺസ് എന്തൊക്കെയായിരുന്നു എഴുതിയത് ഓർക്കുന്നുണ്ടോ? കോൺസ് നമ്മളൊരു പെർമനന്റ് ജോബിന്ന് നമ്മൾ മാറുകയാണല്ലോ, അതൊരു വലിയ കോൺസ് തന്നെയാണ്. കോൺസ്റ്റന്റ് ഇൻകം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻകം. അതിന് നമ്മൾ മാറിയിട്ട് നമ്മളൊരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് മാറുകയാണ്. അതൊരു വലിയ കോൺസ് ആണ്. അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു കോൺസ്. പിന്നെ കുറച്ചും കൂടെ ഞാൻ അവിടെ ജോലിയിൽ പുറത്തു പോയി വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എൻ്റെ ടച്ച് ഇമ്പ്രൂവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അതൊക്കെ ഒരു ദിവസം സോഷ്യലൈസിങ് നല്ലോണം നടക്കുമായിരുന്നു. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഒരു യൂട്യൂബിങ്ങിലോട്ട് ഞാൻ മാറുമ്പോൾ എൻ്റെ കോണ്ടന്റ്സിലെ മെയിൻ ഞാൻ തന്നെയാണ്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് അല്ലാതെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റീനായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്, കുറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു അടുത്ത ഡിസിഷൻ? അടിപൊളിയാണ് അത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ഒരു കാര്യം വിശ്വസിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഡെയിലി ഒരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവം 5 മണി എപ്പോഴാ ആവുക, ഇതൊന്ന് പൂട്ടി വെക്കണല്ലോ. അങ്ങനെയായിരുന്നു എനിക്ക് എന്റെ ടെക്നിക്കൽ ജോബ് ഉണ്ടായിരുന്നത്. എനിക്ക് ചില ദിവസമൊക്കെ ഞാൻ കസ്റ്റമർ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബെൽജിയത്തോട്ട് പോകണം, ഡ്രൈവ് ചെയ്തിട്ട് എന്നിട്ട് അവിടെ വെയർ ഹൗസ് പോകണം. രാത്രി ഞാൻ ഉറങ്ങില്ല. എനിക്കിനി അവിടെ പോയി എന്ത് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുക, അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം എൻ്റെ ആൻസർ ഉണ്ടാവില്ലേ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് 5 മണി ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ ഒരു സെറ്റ് ഓഫ് വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് 5 മണിക്ക് ശേഷമുള്ള ഓരോ സമയവും എടുക്കുക. ഇപ്പൊ ഞാൻ 24 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 24 മണിക്കൂറിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി തോന്നാറ്. കാരണം ഇപ്പൊ ആരും ഒന്നും പറയണ്ട, തലേദിവസം രാത്രി തന്നെ ഐഷു അടുത്ത ദിവസം എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പറ്റി എന്തൊക്കെ മേ ബി എന്തെങ്കിലും പുതിയൊരു കൊളാബറേഷനെ പറ്റി റിസർച്ച് ചെയ്യാണ്ട് അതൊക്കെ എഴുതി വെക്കും. ഐഷു ഇങ്ങനെ ഭയങ്കര എഴുതുന്ന ആളാണ്, എന്തും ചെയ്യുന്നതിന് അത് മറ്റേ ഇതല്ല നോട്ട് പാഡോ ഇതൊന്നും പോരാ, ബുക്കും പേപ്പറും വെച്ച് എഴുതണം. ഐഷുവിന്റെ അടുത്ത് ഡയറിയുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ട്. അതായത് ഡയറി അല്ല, ഈ ടു ഡു നോട്ട്സ് പോലത്തെ ഉണ്ടാവും സാധനങ്ങൾ. അത് എന്റെ വീട്ടിൽ കാലിലൊക്കെ തട്ടി കിട്ടും. ഞാൻ അത്രയും സാധനങ്ങളുണ്ട് എന്റെ വീട്ടിൽ. അപ്പൊ അതിൽ എഴുതി വെക്കുക. അപ്പൊ എന്നിട്ട് ചിലപ്പോൾ എനിക്ക് കാണിച്ചു തരും, നാളെ ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം ഒരാള് കഷ്ടപ്പെട്ടല്ലല്ലോ അടുത്ത ദിവസത്തേക്ക് പോകുന്നത്, ഒരാൾ ഭയങ്കര സന്തോഷത്തോടെയാണ് പോകുന്നത്. ഹാപ്പിലി വർക്കിംഗ്. അപ്പം മണി ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്, ബട്ട് അതിനെക്കാട്ടും വേണ്ടത് നമുക്ക് അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ ഒരു എന്തെങ്കിലും ചെയ്യാൻ തോന്നണല്ലോ. ആ തോന്നലിന് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ മണി ആ പ്രൊഫഷനിൽ വരും, ഓട്ടോമാറ്റിക്കലി വരും. വെരി ട്രൂ, വെരി ട്രൂ. അല്ല, അപ്പൊ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറയൂ, നാളത്തെ കണ്ടന്റ് ഇതാണ്. അപ്പം വിഷ്ണു ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള വിഷ്ണു എത്ര കൊല്ലത്തിൽ 2 വീഡിയോ ലെറ്റല്ലേ വരുന്നത്, അതിനിപ്പോ നാളത്തെ കണ്ടന്റിൽ പറഞ്ഞാലൊന്നും വരില്ല. ഇനിയിപ്പോ നാളത്തെ കണ്ടന്റിന് വേണ്ടി ഞാൻ ഒരു 6 മാസം മുന്നേ പറഞ്ഞ അപ്പൊ വരും. അങ്ങനെയാണോ? മടിയുണ്ടോ? മടിയല്ല, ഞാൻ നാട്ടിൽ വന്നിട്ട് വിഷ്ണു അമ്മയും ഞാനും കൂടെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഇന്റർവ്യൂവിന് വിഷ്ണു വന്നു കഴിഞ്ഞപ്പോ വിഷ്ണു പറയും എനിക്ക് എപ്പോഴും ക്യാമറ നോക്കിയിരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അതേ ചെയ്യുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾ കാരണം ചിറ്റാറ്റി വീഡിയോ ഇല്ലാതായിട്ട് അപ്പൊ അതിന്റെ കൂടെ ഇത് തലയിൽ നിങ്ങൾ എടുത്ത് വെച്ചാൽ സോറി. വിഷ്ണു ഇപ്പം വർക്ക് ഫ്രം ഹോം ഇപ്പൊ അവിടെ ഓഫീസിലൊക്കെ പോകുന്ന ടൈമിലാണെങ്കിലും
അവരും ഇപ്പം നോൺ മലയാളീസ് ആയിട്ടുള്ളവരും അവർക്കും ലിങ്കും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. സോ വാട്ട് ദേ സേ ആക്ച്വലി? ഇല്ല, ഞാൻ കോണ്ടന്റ്സ് കാണാറുണ്ട്. ഇല്ല, ഞാനങ്ങനെ ഇപ്പൊ ലിങ്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് വൈഷുവിന്റെ ജോലിയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ എന്റെ വൈഫ് ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നോ അറിയണ്ടാവില്ല. അപ്പൊ ഞാൻ എന്റെ ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് ആരെങ്കിലും വന്ന് എന്റെ അടുത്ത് വൈഫ് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ മാത്രം ഞാൻ പറയും. അല്ലാതെ ഞാനായിട്ട് ഇത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് എന്റെ വൈഫ് ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് ഞാൻ പറയാറില്ല. അത് ഞാൻ വിചാരിക്കാൻ അതൊരു ജോലിയാണ്. അപ്പം അത് അതിന്റെ രീതിക്ക് നടക്കുന്നു. ഞാൻ ഓഫീസിൽ പോകുന്ന എന്റെ ജോലി ചെയ്യാനാണ്, ഞാൻ എന്റെ ജോലി എന്റെ രീതിക്ക് നടക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. രണ്ടൊരു സെപ്പറേഷൻ വെച്ച് പോകുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് വിചാരിച്ച് രണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മിക്സ് ചെയ്യേണ്ട ആവശ്യം വരാത്തടത്തോളം കാലം ഞാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് മിക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല അതിനെ പറ്റി കൂടുതലായിട്ട്. ഇപ്പൊ ഐശ്വര്യ ആണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ വളരെ വ്യക്തതയോടുകൂടി അല്ലെ വരുന്ന കമന്റ്സ് ഒക്കെ മച്ചുവറായിട്ട് വളരെ കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു റീസൺ ചിലപ്പോൾ പാരന്റ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ആണെന്ന്. എന്റെ അമ്മ വളരെ വ്യക്തമായി സംസാരിക്കുന്ന ആണല്ലേ? ടീച്ചേഴ്സ് അല്ലേ? രണ്ടുപേരും ടീച്ചേഴ്സാണ്. രണ്ടുപേരല്ല, എന്റെ വീട്ടിൽ എല്ലാവരും ടീച്ചേഴ്സ്. അതെ, അച്ഛന്റെ സൈഡിലും അമ്മയുടെ സൈഡിലും എല്ലാവരും ടീച്ചേഴ്സാണ്. ആണല്ലേ? ശരി ശരി ശരി. അപ്പൊ അത് അമ്മ എങ്ങനെയായിരുന്നു? ലൈക്ക് അങ്ങനെ കേട്ട് വളർന്നത് എനിക്കറിയില്ല ഞാൻ എത്രത്തോളം വ്യക്തതയോടുകൂടെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കാറ്. അപ്പോൾ സംസാരിക്കുന്ന രീതിയൊക്കെ ചിലപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്നതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. ആണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈവൻ പഠിക്കുന്ന ടൈമിലാണെങ്കിലും അമ്മ അതിനു വേണ്ട എല്ലാ സാഹചര്യവും ആംബിയൻസ് ഒക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഓരോ എന്തിനും അങ്ങനെ എല്ലാ രീതിയിലും ഭയങ്കര ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റർ ആയിരുന്നല്ലോ യൂറോ. പഠനകാര്യത്തിലായിരുന്നു. കാരണം അത് ഭയങ്കര അമ്മയ്ക്ക് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ ജനറേഷൻ തോറും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. ഇപ്പം എൻ്റെ വല്യച്ഛൻ BSc കെമിസ്ട്രി ആയിരുന്നു. അത് കഴിഞ്ഞ് അമ്മേനെ ഒരു TTC ടീച്ചറെങ്കിലും ആക്കണം എന്നായിരുന്നു ആഗ്രഹം, മിനിമം. കാരണം 3 പെൺമക്കളായിരുന്നു, വല്യച്ഛന് മാത്രം ജോലി ഉണ്ടായിരുന്നത്. പക്ഷെ അവിടുന്ന് അവർ 3 പേരും ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആയി. അപ്പോൾ അടുത്ത ജനറേഷന് കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പൊ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാമിലി ആയിരുന്നു. അപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എല്ലാ രീതിയിലും ഒരുക്കി തന്നായിരുന്നു. പിന്നെ BTech കഴിഞ്ഞിട്ടും എന്നെ തുടർന്ന് പഠിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ വീട്ടിൽ താല്പര്യം. പക്ഷെ എനിക്ക് താല്പര്യമില്ലാത്തത് കാരണം ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടതായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ നേരത്തെ വെല്ലിച്ചന്റെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വിഷ്ണു പണ്ട് അമ്മയോടുള്ള ആ ഒരു സ്നേഹം, ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ബസ്സിലെങ്ങാണ്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. എവിടെയോ വെച്ച് പറഞ്ഞത്, ബസ്സിൽ അമ്മമ്മയും കൂടെ അങ്ങോട്ട് പോയപ്പോ അമ്മമ്മ അടുത്ത് വന്നിരുന്നു. അമ്മയോട് അടുത്തിരിക്കണം എന്നുള്ളതുകൊണ്ട് അത് എനിക്ക് ഞാൻ തീരെ കുട്ടിയായിരുന്നോണ്ട് എനിക്ക് ഓർമ്മയില്ല അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതത്ര നല്ല കാര്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ഓവറായിരുന്നു. പക്ഷെ അതിന്റെ തീരെ കുട്ടിയായതുകൊണ്ട് അതിൽ ആരും എന്നെ തെരുവ് വിളിക്കില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ബേസിക്കലി അമ്മ കുറച്ചും കൂടെ എന്റെ പോലത്തെ സ്വഭാവമാണ്. ലൈക്ക് രണ്ടുപേരും ഒരേ സ്വഭാവമാണ്, ഒരുപോലെ കാണാനും. ഇപ്പൊ അമ്മ കുറച്ച് വർത്താനം പറയാ, കുറച്ച് ആക്റ്റീവാണ് അമ്മ. ഞാൻ അത്ര ആക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. അമ്മ കുറച്ചുകൂടെ ആക്റ്റീവ് ആണ്. അപ്പം അമ്മ സ്കൂളിലാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ഒക്കെയാണ്. ലൈക്ക് ഇപ്പം വെറും പഠിപ്പിക്കാൻ പോലും മാത്രമല്ല, അവിടുത്തെ എല്ലാ പരിപാടിയിലും കുറച്ച് ഇൻവോൾവ് ആവുക. ഇപ്പൊ വീട്ടിലാണെങ്കിലും വെറും വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല, പുറത്തും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഞാൻ അമ്മയിൽ നിന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മേ ബി ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇൻസ്പയർഡ് എന്നൊക്കെ പറയാൻ പറ്റുമല്ല, എനിക്ക് തോന്നിയിട്ട് ഒരാൾ ഓക്കെയാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ള രീതിയിൽ. അതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടുപേരും ശാന്ത സ്വഭാവം ഉള്ളവരാണ്. അല്ല, നമ്മളൊരു മാക്സിമം കാര്യങ്ങള് എന്താ പറയാ, പ്രശ്നത്തിലേക്ക് പോവാതെ ഒരു സമാധാനത്തിലേക്ക് അവസാനിപ്പിക്കുക എന്നുള്ള രീതിക്കാണ് കാര്യങ്ങളെ നമ്മൾ നോക്കാറ്. അത്ര എഗ്രസീവ് ആയിട്ട് നമ്മുടെ എഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ നോക്കാറില്ല. ഓക്കെ ഫൈൻ, ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സിറ്റുവേഷൻ വരാം. അപ്പൊ ആ സമയത്ത് മാക്സിമം ഓക്കെ ഇത് അതിലേക്ക് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെ എത്തിയാൽ കാര്യങ്ങൾ മോശമാകും. അപ്പൊ ഞാൻ മാക്സിമം സമാധാനത്തിൽ സംസാരിച്ചത് എന്താണ് പ്രശ്നം, ഓക്കെ ഇതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പം സമാധാനത്തോടെ സംസാരിക്കുക, തീർക്കാന്നുള്ള രീതിക്ക് ഞാൻ നോക്കാറ്. എനിക്ക് ദേഷ്യം പിടിക്കാനും ശബ്ദം ഇടാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എറേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ വളരെ ന്യായമായിട്ട്, എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും എല്ലാവരും നോർമൽ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാനായിരിക്കും താല്പര്യം. പക്ഷെ കുറെ പേർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു ദേഷ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്തോ മേ ബി നമ്മൾ മറ്റേ മോഡിലേക്ക് പോകും. എനിക്ക് പറ്റാറില്ല. ആണല്ലേ? അല്ല, ഐശ്വര്യ കുറച്ചും കൂടെ ദേഷ്യം വരുന്ന ആളാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ സിറ്റുവേഷൻ ദേഷ്യമാണെങ്കിൽ ഞാൻ പറയും നിർത്ത്, കുഴപ്പമില്ല, നമുക്ക് ഡീൽ ചെയ്യാം. കാരണം പറഞ്ഞു തീരുന്ന കുറച്ച് പ്രശ്നമൊക്കെ ഇവിടെ ഉള്ളൂ, അല്ലാതെ തല്ലി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആരാംശം അതെ.